എന്തായാലും ആ ബദൽ നീക്കം നാളെ ഏത് രീതിയിലാണ് ഒരു പ്രതിഷേധമായി ഉയരുന്നതെന്ന് കണ്ടറിയേണ്ടതാണ്. മറ്റു വാർത്തകൾ കൂടി പരിശോധിച്ചാൽ തൃശൂർ വിയ്യൂർ സെൻട്രൽ ജയിലിലെ റിമാൻഡ് തടവുകാരന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ. രേഷ് ബാബുവിന്റെ മരണത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധ്യാ കേസെടുത്തു. ജയിൽ വകുപ്പ് മേധാവിയും സിറ്റി പോലീസ് കമ്മീഷണറും 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ലെവിൻ കെ വിജയൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, എന്തായാലും പ്രാഥമിക ഘട്ടത്തിലുള്ള പരിശോധനയിൽ ഈ രേഷ് ബാബുവിന് ചില പരിക്കുകൾ പുറത്തൊക്കെ ഉണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത് ഡോക്ടർമാർ. എന്താണ് ഈ പുതിയ നിർദ്ദേശത്തിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിൽ ഉള്ളത്? എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നതാണ് നിർദ്ദേശം. ാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ജയിൽ വകുപ്പ് മേധാവിയെയും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറെയുമാണ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വിയ്യൂർ സെൻട്രൽ ജയിലിലെ റിമാൻഡ് തടവുകാരനായി കഴിഞ്ഞു വന്നിരുന്ന പ്രതി കഴിഞ്ഞ 26-നാണ് പരിക്കേറ്റ നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. രേഷ് ബാബു എന്ന 35 വയസ്സുകാരൻ ഈ കേസിൽ പ്രതിയാക്കിയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടതെങ്കിലും മറ്റും ഇയാൾ 50% മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്. സർക്കാർ തലത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പമുള്ള ഐഡന്റിറ്റി കാർഡുകളും അടക്കമുള്ള ഈ രേഷ് ബാബുവിനെ ഇത്തരമൊരു കേസിൽ പ്രതിയായ സാഹചര്യം, അതായത് ജന്മനാ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ്, ഇത്തരമൊരു കേസിൽ പ്രതിയായ സാഹചര്യം അടക്കമുള്ള കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കണമെന്നാണ് കമ്മീഷൻ അംഗം വി ഗീത ഉത്തരവിൽ പറയുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ രേഷ് ബാബുവിനെ ഇത്തരത്തിൽ കേസിന്റെ ഭാഗമായി റിമാൻഡ് ചെയ്യുന്ന ഒരു അസാധാരണ സംഭവം, ഡിസേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളെ ഇത്തരത്തിൽ സാധാരണ മനുഷ്യർ, മാനസികാരോഗ്യ നിലയുള്ള മനുഷ്യർ താമസിക്കുന്ന അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുന്ന ജയിലുകളിലേക്ക് മാറ്റിയത് പിന്നിലും എന്താണ് സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരണമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശമായി ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ ഈ നമ്മളുമായി സംസാരിച്ച രേഷിന്റെ പിതാവ് ബാബു അടക്കം പറഞ്ഞിരുന്നു, പോലീസ് ഈ മകനെ അറസ്റ്റ് ചെയ്തു എന്ന് അറിയിച്ചപ്പോൾ സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥരോട് തന്റെ മകൻ ഇത്തരത്തിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളാണ് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. പക്ഷെ അത് ചെവിക്കൊള്ളാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളതാണ് പ്രധാനമായും ഈ കുടുംബത്തിന്റെ അടക്കം ആരോപണം. ഇതേ ആരോപണം തന്നെ CPM-ഉം ഉന്നയിക്കുകയും പ്രതിഷേധ പരിപാടികളടക്കം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നും CPM ഒല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധവും സംഘടിപ്പിച്ചു. ഈ ഒരു സാഹചര്യത്തിലാണ് വിഷയം വിവാദമായതോടുകൂടിയാണ് കമ്മീഷന്റേതായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വി ഗീത രേഷ് ബാബുവിന്റെ മരണത്തിൽ സ്വമേധ്യാ കേസെടുത്താണ് മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്.